ഭൂരിഭാഗം പേരും ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ കണ്ടവരാണ്. ഈ വീഡിയോയിൽ എന്താണ് ഈ സിനിമയ്ക്ക് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കാളകേയനായിട്ട് ബാഹുബലിയും പല്ലാൽ ദേവനും കൂടിയിട്ടുള്ള ഫൈറ്റ് നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ വീഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, അവരുടെ ആർമി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് അവരുടെ രാജ്യം സംരക്ഷിക്കുന്നതാണ്. ഷീൽഡൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ ആ ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് ഷീൽഡ് ചെയ്യുന്ന ഫോർമേഷൻസ് ശരിക്കും നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ചുറ്റുപാടുള്ള ബാക്ടീരിയ, വൈറസ് ഇതിനെയൊക്കെ എതിരെ എന്നും ഈ ഫോർമേഷൻ നമ്മുടെ ശരീരത്തിന് സേവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സിനിമയിലത്തെ ഈ യുദ്ധത്തിൽ കാണിക്കുന്ന പോലെ തന്നെ എങ്ങാനും വല്ല ബാക്ടീരിയകളോ അല്ലെങ്കിൽ വൈറസുകളോ ഈ ഫോർമേഷൻ നശിപ്പിച്ച് അകത്ത് കിടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള ന്യൂട്രോഫിൽസ് എന്ന ഭടന്മാരായിരിക്കും ഇവരെ ആദ്യം നേരിടുക. ഒരു യുദ്ധമാകുമ്പോൾ രണ്ട് സ്ഥലത്തും ആളുകൾ മരിക്കുന്നത് പോലെ തന്നെ ഇവരും കുറേ പേര് മരിച്ചു പോകും. നമ്മുടെ മുറിവുകളിലൊക്കെ ഉണ്ടാകുന്ന പഴുപ്പ് ശരിക്കും പറയാച്ചാൽ ഇങ്ങനെയുള്ള ന്യൂട്രോഫിലും ബാക്ടീരിയകളും ഒക്കെ തമ്മിലുള്ള യുദ്ധം വഴി ഉണ്ടാകുന്ന മരണങ്ങളാണ്. സോ നമ്മുടെ സൈഡിൽ ഭടന്മാരാണ് കൂടുതൽ മരിക്കണമെങ്കിൽ നമുക്ക് അയൽ രാജ്യത്തുള്ള നമ്മുടെ ഫ്രണ്ട്ലി സ്റ്റേറ്റ്സിന് ഭടന്മാരെ ഇറക്കാം. ശരിക്കും പറയാച്ചാൽ ഒരു ബാക്ടീരിയ അറ്റാക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡിഫെൻസിന് വേണ്ട രീതിയിൽ സംരക്ഷണം നൽകാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ ഇറക്കുന്ന അയൽ രാജ്യത്തെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭടന്മാരാണ് ആൻറ്റിബയോട്ടിക്സ്. ഇത് ബാക്ടീരിയയുടെ കാര്യം. പക്ഷേ വൈറസുകളാണ് നമ്മളതിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഈ സിനിമയിൽ ബാഹുബലി വന്നിട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള യുദ്ധങ്ങളും ആ യുദ്ധത്തിൽ നടത്തിയിട്ടുള്ള വിന്നിങ് സ്ട്രാറ്റജീസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒരു ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിനെ നമ്മളെ സജ്ജരാക്കുകയാണ് ശരിക്കും ഈ വാക്സിൻസ് ചെയ്യണത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഒരു വൈറൽ അസുഖം വന്നു കഴിയുന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ആ അസുഖം വീണ്ടും വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർമ്മപ്പെടുത്തലാണ്. ആദ്യം ആ വൈറസ് അസുഖം വന്നപ്പോൾ ഉണ്ടായിരുന്ന വിന്നിങ് സ്ട്രാറ്റജി ആയിരിക്കും രണ്ടാമത് ഈ അസുഖം വരുമ്പോഴും ശരീരം എടുക്കുന്നത്. പക്ഷെ ചില അസുഖങ്ങളുണ്ട്, അതായത് ആദ്യത്തെ അറ്റാക്കിൽ തന്നെ നമുക്ക് മാക്സിമം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ്. സ്മോൾ പോക്സ്, റാബീസ് ഇതൊക്കെ എന്തായാലും മരണത്തിൽ കലാശിക്കുമ്പോൾ ഇനി മരണത്തിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ അല്ലാണ്ട് ഉണ്ടാക്കുന്ന അസുഖങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് പോളിയോ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കൈയും കാലും തളർന്നു പോകുന്നത് ഇതേപോലെ ഉണ്ടാക്കുന്നൊരു നാശനഷ്ടമാണ്. ഇതുവരെ മനുഷ്യരുടെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മൃഗങ്ങളിലാണെങ്കിൽ കെനൈൻ ഡിസ്റ്റംബർ പോലെയുള്ള അസുഖങ്ങൾ മരണത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആജീവനാന്തം പാരാലിസിസ് അല്ലെങ്കിൽ അപസ്മാരം മുതലായിട്ടുള്ള അസുഖങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ശരിക്കും വാക്സിൻ ഉപയോഗിക്കുന്നത്. വാക്സിൻ്റെ റോള് നമ്മുടെ ശരീരത്തിൽ ശരിക്കും ഒരു ട്രെയിനറിൻ്റെ ആണ്. അതായത് ഒരസുഖത്തിനെ നേരിടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുന്നതാണ് വാക്സിൻസിൻ്റെ പണി. വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൈറസുകളുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് മിക്ക വാക്സിനുകളും. പക്ഷേ ശരിക്കും ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം എങ്ങനെയാണോ ഈ വൈറസുകളോട് പ്രതികരിക്കുക അതേപോലെ തന്നെ പ്രതികരിക്കേണ്ടുന്ന രീതിയിലാണ് ഈ വാക്സിനുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മളൊരു കാര്യത്തിന് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായ സമയം വേണ്ടി വരുന്നത് പോലെ തന്നെ വാക്സിനുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ അസുഖങ്ങൾക്കെതിരെ ശരീരത്തിന് പ്രതിരോധം കിട്ടാനും കുറച്ച് സമയം വേണ്ടി വരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ആവശ്യമായ സമയം കിട്ടുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? അതിനുള്ള ഉത്തരമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. നമ്മൾ ഈ പേര് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കാര്യത്തിലായിരിക്കും. പല മെഡിക്കൽ കോളേജിലും അത് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഇത് ന്യൂസിൽ ചർച്ചയാവാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇതിനുള്ളിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യം ഈ വൈറസുകൾക്കെതിരെയുള്ള ആൻറ്റിബോഡീസ് ആണ്. നമ്മൾ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ അസുഖത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ആൻറ്റിബോഡീസ് ആണ്. സോ വാക്സിൻ കൊടുത്തതിന് ശേഷം ഈ ആൻറ്റിബോഡീസ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന അത്ര സമയം നമ്മൾ കൊടുക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് പീരീഡ്. പക്ഷേ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൻറ്റിബോഡീസിനെയാണ്. ഇതുവഴി ഈ ട്രെയിനിങ് പീരീഡ്
വളരെ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വൈറസ് അറ്റാക്കിന് ശേഷവും നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാം. പക്ഷെ വാക്സിൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പാർവോ വൈറസിനെയും കനൈൻ ഡിസ്റ്റംബറിനെയും ഒക്കെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അവൈലബിൾ ആണ്. പക്ഷെ ഇതൊക്കെ തന്നെ വൈറസ് കയറിയതിന് ശേഷം ഉടനെ തന്നെ നൽകേണ്ട ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. കാരണം ഒരിക്കൽ വൈറസുകളുടെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിന് ഓൾറെഡി വൈറസ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. സോ അപ്പോൾ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുത്തിട്ട് അത്ര കാര്യമില്ല. പക്ഷെ തുടക്ക സമയങ്ങളിൽ നമുക്ക് ഓൾറെഡി മനസ്സിലാവുകയാണ് ഇങ്ങനെ അസുഖം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ വൈറൽ ട്രീറ്റ്മെൻറ്റ്സിന് നല്ലൊരു ബൂസ്റ്റ് നൽകുന്ന കാര്യമാണ്. കനൈൻ ഡിസ്റ്റംബറിനെ കുറിച്ചുള്ള മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ വാക്സിനെ കുറിച്ച് വന്നിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുകയും ചെയ്യുക. കാരണം ഓൾറെഡി ഈ വൈറസിനെതിരെ നമ്മുടെ ശരീരം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും ഇതേ വൈറസിന്റെ വീക്കസ്റ്റ് ഫോം ആയിട്ടുള്ള വാക്സിനുകളും വരുന്നത്. അപ്പോൾ അതും കൂടെ ശരീരത്തിന് ഒരു എക്സ്ട്രാ ബേർഡനായി മാറും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇനിയും ഇതിനെക്കുറിച്ചെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതും ദയവ് ചെയ്ത് പരിഗണിക്കുക. മറ്റൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.